ഹലോ മക്കളെ, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി പറഞ്ഞാൽ നമ്മൾ ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോകാണ് പോയത്. ഇതാണ് പിന്നെ ഞങ്ങളെ ചങ്ക് ഡ്രൈവ്. പിന്നെ ക്യാമറ കണ്ടുകൊണ്ട് മെയിൻ ആവുന്നതാണ് നിങ്ങൾ. ഇതിന്റെ അനിയനായിട്ട് പറയാനല്ലോ, നമുക്ക് വണ്ടി കയറി അപ്പം ഉറങ്ങണം. അങ്ങനത്തെ ചങ്കിന് താഴെ മെൻഷൻ ചെയ്യാൻ മറക്കല്ല. പിന്നെ എല്ലാവരും ഒരു ഉറക്കം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിശക്കലെടുത്തി. അപ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടൽ. ഇത് പിന്നെ അങ്ങനെ ഒന്ന് ഏത് പമ്പ് കണ്ടാലും നമുക്ക് അപ്പം ബാത്റൂം പോകണം. അങ്ങനത്തെ ഒരു ചങ്കിന് താഴെ മെൻഷൻ. ഇതിന് പിന്നെ ക്യാമറ കിട്ടി എന്തൊക്കെയാണ് കാട്ടുന്നത് അതിന് തന്നെ. പിന്നെ അവിടുത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ നേരെ ഇരുത്താം. അപ്പോൾ നമ്മൾ അലിസൺ റിസോർട്ടിലാണ് കേട്ടോ സ്റ്റേ ചെയ്യാം. പിന്നെ അവിടുത്തെ രാവിലത്തെ വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ. അനിയനക്കൊക്കെ പിന്നെ ഉച്ചവരെയും കടന്നുറങ്ങിയിട്ടുള്ള ശീലമാണ്. അതുകൊണ്ട് നേരത്തെ നീക്കുന്ന പരിപാടി. ഇവിടെ രാവിലെ തന്നെ എണീച്ചിട്ട് മുഖത്ത് എന്തൊക്കെ വാരിത്തേക്കും. ഉമ്മ പിന്നെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നാട്ടിലേക്ക് വിളിച്ച് പറയാനാണ് പെങ്ങളി. ഉമ്മാക്കൊരു ചൂല് കിട്ടി കാണിച്ച് എപ്പം അടിച്ചു വരും. പിന്നെ നല്ലൊരു പൂൾ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കുളിച്ച് ഫ്രഷ് ആയിട്ട് നേരെ ഫുഡ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും രാവിലത്തെ ചായ പിടിക്ക് കഴിഞ്ഞ് ഞങ്ങളൊന്നും ഇത് പിന്നെ ആദ്യമായിട്ട് കാണുന്നു. കയ്യോട്ടൊക്കെ തട്ടുണ്ട് ക്യാരംസ്. ഇത് പിന്നെ ഷവായ കറക്കണ കമ്പി അണിച്ചിട്ടാണ് ഈ കടന്ന്. അത് കഴിഞ്ഞ് ഉച്ചയായപ്പോൾ നമുക്ക് വെക്കേറ്റ് ചെയ്യാനുള്ള ടൈം ആയിരിക്കും. ഒരുപാട് നല്ല മെമ്മറീസാണ് നമുക്ക് അവിടെ നിന്ന്. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്ത് അലിസൺ റിസോർട്ടിലാണ്. ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് വയനാട് ജില്ലയിൽ വാലാട് തരുവണ. പിന്നെ അവിടുത്തെ പരിപാടിക്ക് വേണ്ടി നമ്മൾ നേരെ പോകുന്നത് മൗണ്ടൻ റൈസ് ഗോക്കാട്ട്. പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ റൈഡിൽ കയറുന്നത്. അപ്പോൾ അത് നോക്കിക്കാണ് പെങ്ങളി കാണുന്നത്. ഉമ്മാക്ക് പിന്നെ അതിൽ കയറാൻ പേടിയാണ് കൊണ്ട് ഉമ്മാക്കുള്ള ടിക്കറ്റ് എടുത്തു. പിന്നെ അതിലുണ്ട് കയറിയപ്പോൾ അലാക്കിന്റെ പൊലിവിനാണ്. പിന്നെ ഈ റൈഡൊന്നും കാണുന്ന മാതിരിയല്ല, നല്ല രസമാണ് ഓടിക്കാനൊക്കെ. പിന്നെ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് വയനാട് ജില്ലയിൽ ചൂണ്ടയിൽ എന്ന് പറഞ്ഞ സ്ഥലം. പിന്നെ അവിടുത്തെ പരിപാടിക്ക് വേണ്ടി നമ്മൾ നേരെ നാട്ടിൽ കണ്ടത്. ഞാൻ ഉള്ളടുത്ത് പറഞ്ഞു വാണെങ്കിൽ മാറി നോക്കോ, എനിക്കൊന്നും അറിയില്ല സെലിബ്രിറ്റി. അനിയൻ പിന്നെ കുറച്ച് ദിവസമായിട്ട് ജിമ്മ് പോക്ക് കൊടുത്തിരിക്കണം. അപ്പൊ ഉമ്മാനെ ന്യൂട്രാക്കാണ് വാട്ടർ ബോട്ടിൽ. പിന്നെ എന്ത് സാധനം കണ്ടാലും ഇവൾക്ക് അതൊക്കെ. അപ്പൊ ഞാൻ ഈ പാട്ടാണ് പാടി കൊടുത്തു. പിന്നെ അങ്ങനെ ഉമ്മാനെ ന്യൂട്രാക്കിയിട്ട് വാട്ടർ ബോട്ടിൽ പഠിച്ചിട്ടുണ്ട്. ഈ വെള്ളം കുപ്പിയിൽ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ വേഗം സിസ് ബാക്ക് വരുന്നതൊക്കെ. പിന്നെ അവിടുത്തെ പരിപാടിക്ക് വേണ്ടി നമ്മൾ നേരെ വീട്ടിൽ കാണാൻ പോകുന്നത്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.